നമസ്കാരം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായിട്ടുള്ള AMMA ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അവർ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു. തിരഞ്ഞെടുപ്പ് പോര് AMMA മുറുകുന്നു. ജഗദീഷ് ഉൾപ്പെടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6 പേരാണ് അവസാന ഒരു ചിത്രത്തിൽ മത്സരരംഗത്തുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു നടനായിട്ടുള്ള ജോയി മാത്യുവിൻ്റെ പത്രിക തള്ളി എന്ന വാർത്ത കൂടി ഇതിനോട് അനുബന്ധിച്ച് പുറത്തു വരുന്നു. എന്തായാലും ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് ഈ 6 പേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. എന്നാൽ നടൻ ജോയി മാത്യുവിൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ നിലവിൽ ജോയി മാത്യുവിൻ്റെ പത്രിക തള്ളിയിരിക്കുകയാണ്. പത്രികയുടെ പേരിലുണ്ടായ എന്തോ പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളാൻ കാരണമായത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. എന്തായാലും നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ചാക്കോ ബോബൻ്റെയും വിജയരാഘവൻ്റെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഇവർ ഇരുവരും മത്സര രംഗത്തേക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിനും പിന്നീട് സംഘടനയിലെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ അടക്കം ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നതിന് പിന്നാലെയുമാണ് AMMA നേതൃത്വം പിരിഞ്ഞു പോകുന്നത്. പുതിയ സമിതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ അഡ്ഹോക് കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. AMMA ഈ ഒരു വലിയ തോതിലുള്ള ഈ അച്ചടക്കരാഹിത്യത്തിൽ വലിയ മനംനൊന്താണ് മഹാനടനായിട്ടുള്ള മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭരണസമിതിയിൽ നിന്നും പിന്മാറുന്നത്. എന്തായാലും AMMA എന്ന ഒരു താര സംഘടനയിലേക്ക് പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം അതിൽ ഒരു സുതാര്യമായിട്ടുള്ള ഒരു ഭരണസമിതി നിലവിൽ വരുമോ എന്ന് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും ജോയി മാത്യുവിൻ്റെ പത്രിക തെള്ളിയതുൾപ്പെടെയുള്ള ഒരു വിവാദം കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. എന്തായാലും ജഗദീഷാണോ, ശ്വേതാ മേനോനാണോ, ദേവനാണോ, രവീന്ദ്രനാണോ, ജയൻ ചേർത്തലയാണോ, അനൂപ് ചന്ദ്രനാണോ ഇനി അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷയായി നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും AMMA തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ അവിടെ കാര്യങ്ങളത്ര ശുഭകരമല്ല എന്ന കാര്യം തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്.